ഇതുപോലെ ഈ നിങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ഓർഡർ തരും. അപ്പോൾ അത്ര പറയാനുള്ളൂ. ഇനി നമുക്ക് ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്നത് കാണാം കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ട് ഒരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ഓൺലൈൻ ബൊട്ടീക്കിൻ്റെ റിവ്യൂ ആണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു പേജിനെ മോശമായിട്ട് കാണിക്കുകയോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രം. നമ്മുടെ ഫാമിലിയിൽ പലരും ഉണ്ടാവും. ഓരോ ഓൺലൈൻ ബൊട്ടിക്കിലൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് പലർക്കും പല അനുഭവങ്ങളായിരിക്കും ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നേരത്ത് ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലൊന്ന് തിരഞ്ഞു നോക്കും, നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ, അവരുടെ റിവ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണേ. അത്ര മാത്രം കണ്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ ഫാത്തീസ് ഡിസൈനർ ബൊട്ടിക്കിന്ന് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തായിരുന്നു. അത് ഓർഡർ ചെയ്ത ഡേറ്റ് December 21 ആണ്. എനിക്ക് കൈ കിട്ടിയത് February 23 അപ്പോൾ എൻ്റെ കൈ കിട്ടിയതെന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിലെ അഡ്രസ്സായിരുന്നു ഞാൻ വെബ്സൈറ്റിൽ നിന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ ആ അഡ്രസ്സിൽ തന്നെയാണ് വന്നത്. അതിനുശേഷം ഞാൻ അവരുടെ ഇൻസ്റ്റാ പേജിൽ DM ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, അവർ ഒരു 7 days കഴിഞ്ഞിട്ട് ഡെലിവറി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. മാക്സിമം 15 daysനുള്ളിൽ ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നാട്ടിലെ അഡ്രസ്സ് കൊടുത്തത്. ആ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു, പക്ഷേ അവരത് ഡെലിവറി തന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഒരു പ്രാവശ്യം ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ അവരുടെ ഫോൺ നമ്പറിൽ, കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് കണക്ട് ചെയ്തു, സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ നാട്ടിൽ ഉള്ള സമയത്ത് ഓർഡർ ചെയ്തു, നാട്ടിലുണ്ടാവും ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നാട്ടിൽ അഡ്രസ്സ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിലാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ആ അഡ്രസ്സിലേക്കൊന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞ് അപ്പോൾ DM ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അഡ്രസ്സിലല്ല വന്നത്. എനിക്ക് പ്രോഡക്റ്റ് കൈ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് എനിക്ക് കൊറിയർ ചെയ്ത് തരുക ചെയ്തത്. അപ്പോൾ പ്രോഡക്റ്റ് കൈ കിട്ടിയപ്പോൾ എൻ്റെ ഈ ഉണ്ടായ ഒരു നമുക്കൊരു എന്താ പറയുക, ഇത്രയും ദിവസം ഡിലേ ആയി, നമ്മൾക്കൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, എനിക്ക് കിട്ടുമോ ഇല്ലയോ, ആകെ നമുക്ക് എന്താണ് ഒരു പുകമയായിരുന്നു. നമുക്ക് കോണ്ടാക്ട് ചെയ്താൽ കിട്ടില്ല, നമ്പറിൽ DM ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസ്റ്റയിൽ DM ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ ഇല്ല, അങ്ങനെ ഒരു രീതിയിൽ നമുക്കൊരു കോണ്ടാക്ട് ഇല്ല. നമ്മളെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തു, ആ ഒരു പ്രൂഫ് മാത്രമേ ഉള്ളൂ. വേറെ ഇവർ തരുമോ ഇല്ലയോ ഒരു വിവരവും ഇല്ല. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് പറഞ്ഞ ആലപ്പിയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ, എന്തായാലും പറ്റിക്കൊന്നുമില്ല എന്നൊരു വിശ്വാസത്തിൽ ഞാനങ്ങനെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് 2 മാസങ്ങൾക്കപ്പുറം എനിക്ക് സംഭവം കൈ കിട്ടി. എന്തായാലും പ്രോഡക്റ്റ് കൈ കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഡിലേ ആയി, അവർ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല, ആകെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാണ്. ഞാൻ ഓർഡർ ചെയ്തത് ഒരു ബ്ലാക്ക് കളറിലെ ഒരു ജോർജറ്റിൻ്റെ ഒരു കുർത്തിയാണ് ഓർഡർ ചെയ്തത്. ഒരു ഫ്ലെയർ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഓർഡർ ചെയ്തത്, സ്ലിറ്റ് ഒന്നും ഇല്ലാത്ത. ആ സെയിം തന്നെയാണ് എനിക്ക് കൈ കിട്ടിയത്. പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ നെക്കിലും സ്ലീവിലും വെച്ചിരിക്കുന്ന മെറ്റീരിയലിലെ കളർ, അതായത് അവർ പ്രോഡക്റ്റിൻ്റെ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നതും ഇതും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്നാൽ പോലും വലിയൊരു എന്താ പറയുക, ഞാൻ ഡിസാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. അത്യാവശ്യം ഒരു നമുക്ക് ഓക്കെ എന്നുള്ളൊരു രീതിയിലുള്ള കളറൊക്കെ തന്നെയാണ്. ഏകദേശം ആ ഒരു ലുക്കൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു. അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക സമാധാനമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ലൂസ് ആയിപ്പോയോ അല്ലെങ്കിൽ സൈസ് ഓവർ ആയിപ്പോയി കഴിഞ്ഞാൽ അതൊക്കെ എക്സ്ചേഞ്ച് ഒക്കെ ഇവർ തരുമോ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നൊക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒരു ടൈലറിനെ അന്വേഷിച്ച് നടക്കണം, അതൊക്കെ മെനക്കേടാണല്ലോ. അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് കൈ കിട്ടി, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു ബ്ലാക്ക് ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ നെക്കിൽ വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇത് നല്ലൊരു ബ്ലൂ ആയിരുന്നു. ആ ബ്ലൂ തന്നെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടായിരുന്നേ. പിന്നെ ഇതും അത്യാവശ്യം റെഡിഷ് ആയിട്ടുള്ളായിരുന്നു. ഇതിപ്പം മെറൂണും ഇതും മാച്ച് ചെയ്തൊരു മെറ്റീരിയൽ തന്നെയാണ്, എക്സാക്റ്റ് അല്ലാന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ സ്ലീവിലും ഉണ്ട്, കണ്ടോ, സ്ലീവിലും ഇതുപോലെ തന്നെ ഈ സെയിം മെറ്റീരിയൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ വർക്ക്. പിന്നെ മൊത്തം ഫ്ലെയർ ആയിട്ടുള്ളതാണ്, ലൈനിങ് ഒക്കെ ഉണ്ട്.
അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ്, ക്വാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ്, എല്ലാം ഓക്കെയാണ്. ആകെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഇത്രയും ഡിലേ ആയതാണ്. ഡിലേ ആയത് മാത്രമല്ല, നമ്മളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് ഇത്രയും ഡിലേ ആവും, നമുക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ആയിക്കോട്ടെ, എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിലല്ലേ ഞാൻ തിരക്ക് പിടിക്കുകയുള്ളൂ. അതല്ല, ഇത് അത്യാവശ്യത്തിനൊക്കെ വേണ്ട ആൾക്കാരാണെന്ന് എനിക്ക് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ എനിക്കങ്ങനെ അത്യാവശ്യമൊന്നും അല്ല ഞാൻ ഓർഡർ ചെയ്തത്. ഇത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നെ. ഞാനൊരു എന്താ പറയുക 10 out of 10 തന്നെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷേ സർവീസ് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ ബോട്ടിക്കിൻ്റെ ആരെങ്കിലും ഇത് കാണുവാണെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഈ സർവീസും കൂടി അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സെയിൽ ഉണ്ടാവും. കാരണം എന്നെപ്പോലെ ഈ നിങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ഓർഡർ തരും. അപ്പോൾ അത്ര പറയാനുള്ളൂ. ഇനി നമുക്ക് ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്നത് കാണാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കളറ് പണ്ട് മുതലേ ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയാണ്. എനിക്ക് ഇങ്ങനത്തെ കുർത്തികളും ഡ്രസ്സുകളൊക്കെ ആണ് കേട്ടോ കൂടുതൽ താല്പര്യം. ഇതിൻ്റെ നെക്കിലും സ്ലീവിലും മാത്രം ഒരു ബോർഡർ പോയിട്ടുണ്ട്. ഒരു കോള വീനക്കാണ് വന്നിരിക്കുന്നത്. ഞാനിത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഒരു ഓക്സിഡൈസ് സിൽവർ ജ്വല്ലറി, ഒരു ജുംക്ക വെച്ചിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു സിമ്പിൾ പീസാണിതും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ബാങ്കിളൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ഗോഡിയാക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇതുപോലെയുള്ള റിവ്യൂ വീഡിയോസൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഡ്രസ്സിൻ്റെ അല്ലാതെയുള്ള എല്ലാത്തിൻ്റെയും ഹോൾ വീഡിയോസൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലും അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.